കഴിഞ്ഞ 4 പതിറ്റാണ്ട് കാലമായി ബാലസാഹിത്യ രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുകയാണ് ബാലസാഹിത്യ രംഗത്തെ കുട്ടികളുടെ തോഴൻ കൂടിയായ ചന്ദ്രൂർ താഹ. 2026-27 വർഷത്തെ CBSE 2ാം ക്ലാസ് പാഠപുസ്തകത്തിലും തന്റെ അക്ഷരച്ചെപ്പ് ഉണ്ടാകുമെന്ന സന്തോഷത്തിലും അഭിമാനത്തിലുമാണ് ഇദ്ദേഹം ഇപ്പോൾ ഉള്ളത്. ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്. ഇത് ചന്ദ്രൂർ താഹ. കുട്ടികളുടെ മനസ്സറിഞ്ഞ് കുട്ടികൾക്കായി കഥയും നോവലും അടക്കം കുറിച്ച് ബാലസാഹിത്യ രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുകയാണ് ചന്ദ്രൂർ സ്വദേശി കൂടിയായ ചന്ദ്രൂർ താഹ. കഴിഞ്ഞ 4 പതിറ്റാണ്ട് കാലമായി കുട്ടികളെ അക്ഷരത്തിന്റെയും അറിവിന്റെയും ലോകത്തേക്ക് കൈപിടിച്ചുയർത്തുന്ന നിരവധി കഥകളും കവിതകളും എഴുതി അർഹതയ്ക്കുള്ള നിരവധി അംഗീകാരങ്ങളും നേടിയിട്ടുണ്ട് താഹ. തത്തമ്മ എന്ന മാസികയിൽ കഥ എഴുതി തുടങ്ങിയ താഹ ഇന്നിപ്പോൾ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളടക്കം നിരവധിയായ മാഗസീനുകളിൽ അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്നുണ്ട്. സുന്ദരി പൂമ്പാറ്റ, മാന്ത്രികപ്പഴം, കാക്കപ്പെണ്ണും കുട്ടികളും, കൗതുകപുരത്തെ രാജകുമാരി എന്ന പുസ്തകമടക്കം പുത്തൻ പുസ്തകങ്ങളും പുതുതായി ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് വേണ്ടി ഞാൻ ഏറ്റവും പുതിയതായി എഴുതിയ ഒരു കഥാസമാഹാരമാണ് സുന്ദരി പൂമ്പാറ്റ. ഇത് കുട്ടികൾക്ക് വേണ്ടി എഴുതിയ മറ്റൊരു പുസ്തകമാണ് മാന്ത്രികപ്പഴം, നോവലാണ്. ഇത് ഏറ്റവും പുതിയ പുസ്തകമാണ്. കുട്ടികൾക്ക് വേണ്ടി എഴുതപ്പെട്ട ബാലകവിതകളുടെ സമാഹാരമാണ് കാക്കപ്പെണ്ണും കുട്ടികളും. ഇത് മറ്റൊരു നോവലാണ്, ബാലനോവലാണ്. കൗതുകപുരത്തെ രാജകുമാരി എന്ന ഏറ്റവും പുതിയ നോവലാണ്. കേവലം 15 വയസ്സ് മാത്രം ഉള്ളപ്പോഴാണ് താൻ ബാലസാഹിത്യ രംഗത്തേക്ക് എത്തുന്നതെന്നും ഇപ്പോൾ 35 വർഷത്തിലേറെയായി ഈ മേഖലയിൽ തുടർന്നു വരുന്നതായും അദ്ദേഹം പറയുന്നു. എനിക്ക് 15 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ബാലസാഹിത്യ രംഗത്തേക്ക് വരുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ശ്രീ നീലംപേരൂർ മധുസൂദനൻ നായരുടെ പത്രാധിപത്യത്തിൽ പ്രസിദ്ധീകരിച്ച തത്തമ്മയിൽ ഒരു കഥ എഴുതിക്കൊണ്ടാണ് ഞാൻ ഈ ബാലസാഹിത്യ രംഗത്തേക്ക് വന്നത്. ഇപ്പോൾ 35 വർഷമായിട്ട് ബാലസാഹിത്യ രംഗത്ത് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. നിലവിൽ കഥകളും കവിതകളും നോവലുകളുമായി 27ഓളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ സാധിച്ചതായും 5ഓളം പുസ്തകങ്ങൾ അണിയറയിൽ പ്രസിദ്ധീകരണത്തിനായി ഒരുങ്ങുന്നതായി താഹ പറയുന്നു. മാത്രമല്ല 2026-27 അധ്യയന വർഷത്തിൽ CBSE സിലബസിൽ 2ാം ക്ലാസ്സിലെ 10,000-കണക്കിന് കുട്ടികൾ ഇത്തവണ തന്റെ കവിതകളും പഠിക്കുമെന്നും അത് തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരവും അതിലുപരി അഭിമാനവുമാണെന്നും ചന്ദ്രൂർ താഹ പറയുന്നു. ഇപ്പൊ ഏതാണ്ട് 25ഓളം പുസ്തകങ്ങൾ, കഥകളും കവിതകളും നോവലും മറ്റു വൈജ്ഞാനിക പുസ്തകങ്ങളൊക്കെ ആയിട്ട് 27ഓളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 5 പുസ്തകങ്ങൾ അണിയറയിൽ പല പ്രസാധകളിൽ നിന്നും തയ്യാറാകുകയാണ്. അതുപോലെ തന്നെ 2026-27 അധ്യയന വർഷത്തിൽ CBSE സിലബസ് അനുസരിച്ച് 2ാം ക്ലാസ്സിലെ കുട്ടികൾ എൻ്റെ കവിതകൾ പഠിക്കും. അതെനിക്ക് കിട്ടിയ വലിയൊരു ബഹുമതിയാണ്, അംഗീകാരമാണ്. പിതാവിന്റെ കഥകളും കവിതകളും വായിച്ചതിന് ശേഷം സുഹൃത്തുക്കളും സഹപാഠികളും നല്ല അഭിപ്രായം പറയുമ്പോൾ വലിയ സന്തോഷമാണ് തനിക്കുള്ളതെന്നും ഏകമകൾ ഹനാ ഫാത്തിമയും സാക്ഷ്യപ്പെടുത്തുന്നു. എന്റെ സ്കൂൾ ലൈബ്രറിയിൽ എന്റെ വാപ്പയുടെ പുസ്തകങ്ങളൊക്കെ ഉണ്ട്. എന്റെ കൂട്ടുകാരിമാരെല്ലാം പുസ്തകങ്ങൾ വായിച്ച് അതിന്റെ നല്ല അഭിപ്രായം പറയുമ്പോൾ എനിക്കത് കേൾക്കുമ്പോൾ വളരെ സന്തോഷം വരാറുണ്ട്. ചന്ദ്രൂർ താഹയുടെ കുട്ടിക്കഥകളും കവിതകളും നോവലുമടക്കം ഇതിനോടകം ഇംഗ്ലീഷ്, ഹിന്ദി, കന്നഡ എന്നീ ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ശ്രീബുദ്ധ അവാർഡ്, നാഷണൽ ഫെലോഷിപ്പ്, ബോധി പുരസ്കാരം, സാക്ഷി ബാലസാഹിത്യ പുരസ്കാരം അടക്കം ചെറുതും വലുതുമായ നിരവധി പുരസ്കാരങ്ങളും ചന്ദ്രൂർ താഹയെ തേടി ഇതിനോടകം എത്തിയിട്ടുണ്ട്. കോവിഡ് കാലത്ത് വീടുകളിൽ മാത്രം കഴിയേണ്ടി വന്ന കുട്ടികളുടെ വിരസത അകറ്റാനും അവരിൽ വിനോദവും വിജ്ഞാനവും പകരാനുമായി 101ഓളം ദിവസങ്ങളിൽ തുടർച്ചയായി സമൂഹ മാധ്യമങ്ങളിൽ കവിത കുറിച്ച് നേരത്തെ ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു താഹ. കുട്ടികളുടെ മനസ്സറിഞ്ഞ് അവരിലേക്ക് നന്മയുടെ വിത്ത് പാകത്തക്ക വിധം ലളിതവും എന്നാൽ സത്യസന്ധമായ കുറിപ്പുകളാണ് ഇദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ നിഴലിക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടി കുറിക്കാൻ കിട്ടുന്ന ഒരവസരവും താൻ പാഴാക്കാറില്ല എന്നും ഇത്തരത്തിലുള്ള എഴുത്തുമായി ഇനിയും ശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്നും ചന്ദ്രൂർ താഹയും സാക്ഷ്യപ്പെടുത്തുന്നു. ന്യൂസ് ആലപ്പുഴ.